കാസർഗോഡ് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷ് ശരത്ലാൽ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുടെ ശിക്ഷാവിധി നാളെ. കൊച്ചിയിലെ CBI പ്രത്യേക കോടതിയാണ് വിധി പറയുക. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമനും CPIM നേതാക്കളും ഉൾപ്പെടെ 14 പേരെയാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 8 വരെ പ്രതികളായ A. പീതാംബരൻ, സജി C. ജോർജ്, KM സുരേഷ്, K. അനിൽകുമാർ, ജിജിൻ, R. ശ്രീരാഗ്, A. അശ്വിൻ, സുബീഷ് എന്നിവർക്കെതിരെ കൊലക്കുറ്റമടക്കം തെളിഞ്ഞിരുന്നു. 10-ാം പ്രതി T. രഞ്ജിത്ത്, 15-ാം പ്രതി A. സുരേന്ദ്രൻ എന്നിവർക്കെതിരെ കൊലപാതക ഗൂഢാലോചനയും തെളിഞ്ഞു. മുഖ്യപ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ ഇവർക്ക് 2 പേർക്കും ബാധകമാകും. ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഇവർക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത്. 2-ാം പ്രതി സജിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിച്ചെന്ന കുറ്റമാണ് 14-ാം പ്രതി K. മണികണ്ഠൻ, 20-ാം പ്രതി KV കുഞ്ഞിരാമൻ, 21-ാം പ്രതി രാഘവൻ വെളുത്തോളി, 22-ാം പ്രതി ഭാസ്കരൻ വെളുത്തോളി എന്നിവർക്കെതിരെ ചുമത്തിയത്. 2 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. 2019 ഫെബ്രുവരി 17-നാണ് കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടത്. മുന്നാട് കോളേജിലെ SFI KSU സംഘർഷത്തിന്റെ തുടർച്ചയായിരുന്നു സംഭവം. 1 മാസം മുമ്പ് കല്യോട്ട് ടൗണിൽ വെച്ച് പ്രതികളായ പീതാംബരനും വിഷ്ണു സുരയുമായി കൃപേഷും ശരത്തും ഏറ്റുമുട്ടി. ഇതിന്റെ വിരോധവും യൂത്ത് കോൺഗ്രസിന്റെ വേരോട്ടം ചെറുക്കുകയെന്ന ലക്ഷ്യവും മുൻനിർത്തി കൊലപാതകം ആസൂത്രണം ചെയ്തെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പോലീസും തുടർന്ന് CBIയും അന്വേഷിച്ച കേസിൽ ആകെ 24 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 10 പേരെ തെളിവില്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടിരുന്നു. പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷനും ജീവിത പ്രാരാബ്ധങ്ങൾ ചൂണ്ടിക്കാട്ടി ശിക്ഷയിൽ ഇളവുണ്ടാകണമെന്ന് പ്രതിഭാഗവും കോടതിയോട് അഭ്യർത്ഥിച്ചിരുന്നു. CBI കോടതി ജഡ്ജി N. ശേഷാദ്രിനാഥനാണ് വിധി പറയുന്നത്. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.